കിടിലൻ പ്രകടനങ്ങളുമായി ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരം താൻ തന്നെയാണെന്ന് അടിവരയിടുകയാണ് യുവ ബാറ്റിംഗ് സെൻസേഷൻ യശസ്വി ജയ്സ്വാൾ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇതിനകം കളിച്ച T20 ടെസ്റ്റ് ഫോർമാറ്റുകളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ 23-കാരനായ ഇടംകയ്യൻ ബാറ്റർക്കായിട്ടുണ്ട്. ആധുനിക ക്രിക്കറ്റിലെ ബെസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിരാട് കോഹ്ലിക്ക് ശേഷം അടുത്ത പോസ്റ്റർ ബോയ് താനാണെന്ന സൂചനകളാണ് ജയ്സ്വാൾ നൽകുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ പല വമ്പൻ താരങ്ങളും ഇന്ത്യക്കായി റണ്ണെടുക്കാൻ പാടുപെടുമ്പോൾ ജയ്സ്വാളാണ് ടീമിന്റെ രക്ഷകനായിരിക്കുന്നത്. പരമ്പരയിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോററും അദ്ദേഹം തന്നെയാണ്. ലോക ക്രിക്കറ്റിൽ ഇനിയുള്ള വർഷങ്ങൾ ജയ്സ്വാളിന് അവകാശപ്പെട്ടതായിരിക്കുമെന്നും ഇതിന് കാരണം 4 മന്ത്രങ്ങളാണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യകാല കോച്ചായ ജ്വാല സിംഗ്. ഓസ്ട്രേലിയക്കെതിരെ മെൽബണിൽ നടന്ന 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 2 ഇന്നിംഗ്സുകളിലും യശസ്വി ജയ്സ്വാളിന് അർഹിച്ച സെഞ്ചുറി നഷ്ടമായത് തീർത്തും നിർഭാഗ്യകരമാണെന്ന് ജ്വാല സിംഗ് വ്യക്തമാക്കി. 2 ഇന്നിംഗ്സുകളിലും 80കളിൽ താരം പുറത്താവുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ജയ്സ്വാൾ റണ്ണൌട്ടായപ്പോൾ 2ാം ഇന്നിംഗ്സിൽ തേർഡ് അമ്പയറുടെ വിവാദ തീരുമാനവും തിരിച്ചടിയായി മാറി. ഓസ്ട്രേലിയൻ മണ്ണിൽ ഒരു ടെസ്റ്റിലെ 2 ഇന്നിംഗ്സുകളിലും യശസ്വി ജയ്സ്വാൾ സെഞ്ചുറി നേടിയിരുന്നെങ്കിൽ അത് അവിശ്വസനീയ നേട്ടം തന്നെയായി മാറുമായിരുന്നു. അവൻ നിർഭാഗ്യവാനാണ്. ടെസ്റ്റിൽ റണ്ണൌട്ടാവുക എന്നത് അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ. 2ാം ഇന്നിംഗ്സിൽ അവനെതിരെയുള്ള തേർഡ് അമ്പയറുടെ തീരുമാനവും വളരെ ദൗർഭാഗ്യകരമാണെന്നും ജ്വാല സിംഗ് പറഞ്ഞു. മെൽബൺ ടെസ്റ്റിലെ 2ാം ഇന്നിംഗ്സിൽ യശസ്വി ജയ്സ്വാളിനെതിരായ തേർഡ് അമ്പയറുടെ തീരുമാനം ശരിയായിരുന്നില്ലെന്നാണ് ജ്വാല സിംഗിന്റെ അഭിപ്രായം. ഗ്രൗണ്ടിലെ അമ്പയർക്ക് ഉറപ്പില്ലാതിരിക്കുകയും തീരുമാനം തേർഡ് അമ്പയർക്ക് വിടുകയും ചെയ്യുമ്പോൾ ലഭ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളും പരിഗണിക്കേണ്ടത് നിർണായകമാണ്. സ്നിക്കോ, ഹോട്ട്സ്പോട്ട് തുടങ്ങി എല്ലാം തന്നെ നന്നായി പരിശോധിക്കണം. യശസ്വിയുടെ ബാറ്റിൽ തട്ടിയാണ് ബോൾ ദിശ മാറിയതെന്ന് വ്യക്തമല്ലായിരുന്നു. ക്രിക്കറ്റ് നിയമങ്ങൾ അനുസരിച്ച് ഒരു കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഇതിന്റെ ആനുകൂല്യം ലഭിക്കേണ്ടത് ബാറ്റർക്കാണ്. നിർഭാഗ്യവശാൽ യശസ്വിയുടെ കാര്യത്തിൽ ഇത് സംഭവിച്ചില്ല എന്നും ജ്വാല സിംഗ് വിലയിരുത്തി. അതേ അഭിപ്രായം തന്നെയാണ് കമന്ററി പാനലിൽ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ മുൻ ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കറും നേരത്തെ പറഞ്ഞത്. നോട്ടൌട്ടായിരുന്നു തേർഡ് അമ്പയർ യഥാർത്ഥത്തിൽ വിളിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ചില നിരാശകളുണ്ടായെങ്കിലും ഓസ്ട്രേലിയയുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ പല പോസിറ്റീവുകളും യശസ്വി ജയ്സ്വാളിനുണ്ടെന്നാണ് ജ്വാല സിംഗിന്റെ നിരീക്ഷണം. കന്നി ഓസ്ട്രേലിയൻ പര്യടനം കളിക്കുന്ന താരം ഡക്കുമായാണ് തുടങ്ങിയതെങ്കിലും അടുത്ത ഇന്നിംഗ്സിൽ കിടിലൻ സെഞ്ചുറി കുറിച്ചിരുന്നു. അതിനുശേഷം 2 50കൾ കൂടി തന്റെ പേരിലേക്ക് ചേർക്കാൻ ജയ്സ്വാളിന് സാധിക്കുകയും ചെയ്തു. പെർത്തിലെ 1ാം ടെസ്റ്റിൽ ഡെക്കായതിനു ശേഷം മെൽബണിൽ ഈ തരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കാനായത് യശസ്വിയെ സംബന്ധിച്ച് ഒരുപാട് ആത്മവിശ്വാസമുയർത്തുന്ന കാര്യം തന്നെയായിരിക്കും. രാജ്യത്തിന് പുറത്തുള്ള സാഹചര്യങ്ങളിൽ അവന് വിജയിക്കാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ശക്തരായ ഓസ്ട്രേലിയക്കെതിരെ അവൻ തിളങ്ങുമോ എന്നും ഇവർ ആശങ്ക പ്രകടിപ്പിച്ചതായി ജ്വാല വ്യക്തമാക്കി. മികച്ച പ്രകടനങ്ങളിലൂടെ യശസ്വി തന്റെ കഴിവ് വീണ്ടും തെളിയിച്ചതിൽ ഞാൻ സന്തോഷവാനാണ്. അവൻ വളരെ വ്യത്യസ്തമായ കഴിവുകളുള്ള താരമാണ്. അവൻ്റെ ഗെയിമും വ്യത്യസ്തമാണെന്ന് ഞാൻ പറയും. വിജയിക്കണമെങ്കിൽ 3 മന്ത്രങ്ങൾ ആവശ്യമാണെന്ന് ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്. കഴിവ്, ആഗ്രഹം, ഫിറ്റ്നസ്, സ്മാർട്ട്നെസ് എന്നിവയാണിത്. ഞാൻ ഇക്കാര്യം എല്ലായ്പ്പോഴും കളിക്കാരോട് പറയാറുമുണ്ട്. ഈ 4 കാര്യങ്ങളും ഒത്തുചേർന്ന ക്രിക്കറ്ററാണ് യശസ്വി. ഇത് അവനെ ആത്മവിശ്വാസത്തോടെ നിർഭയനായി ദീർഘകാലം കളിക്കാൻ സഹായിക്കുമെന്നും ജ്വാല കൂട്ടിച്ചേർത്തു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.